ഇന്റേൺഷിപ്പ് ഫീൽഡ് വിസിറ്റിൻ്റെ രണ്ടാം പാർട്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ. കോട്ടപ്പുറം കോട്ട കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് പാലിയം കൊട്ടാരവും പാലിയം നാലുകെട്ടൊക്കെ കാണാനായിരുന്നു. പാലിയം നാലുകെട്ടൊക്കെ കണ്ടതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെയുള്ള പാലിയം ഊട്ടുപുരയിൽ വെച്ചിട്ടായിരുന്നു കുട്ടികൾക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ അവരവിടെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ കാണുന്നത് കണ്ടോ, ഇത് ഊട്ടുപുരയിൽ തന്നെ കാണുന്ന കൊക്കരണിയാണ് കേട്ടോ. പണ്ട് കാലത്ത് ചെങ്കല്ല് കെട്ടി നിർമ്മിക്കുന്ന കുളത്തിനെയാണ് കൊക്കരണി എന്ന് പറയുന്നത്. എപ്പോഴും ഇതിലിങ്ങനെ നിറയെ വെള്ളം ഉണ്ടാവും കേട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നത് പറവൂർ ജൂതപ്പള്ളിയിലേക്കാണ്. ജൂതപ്പള്ളിക്ക് അടുത്തുള്ള തട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത്. പെരിയാറിൻ്റെ കൈവഴി തന്നെയാണിത്. നല്ല വെള്ളമുള്ള സമയമായിരുന്നു, നല്ല ഏറ്റമുള്ള സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഇറക്കിയില്ല കേട്ടോ, പേടിച്ചിട്ട്. പിന്നെ ജൂതപ്പള്ളിയുടെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ശ്രീതു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ കുട്ടികളെ ജൂതപ്പള്ളി മൊത്തത്തിൽ നടന്ന് കണ്ടു. അതിനുശേഷം അവരവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. പോകുന്ന വഴിക്ക് എൻ്റെ കണ്ണത് ഈ റംബൂട്ടാനിലാണ് കേട്ടോ ഉടക്കിയത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഴീക്കോട് ബീച്ചാണ് കേട്ടോ. ബീച്ചിൽ നമ്മൾ ഏകദേശം 4:30 ആയപ്പോഴത്തേനും എത്തി. അവിടെ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് ടീ സ്നാക്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ടൈം കഴിഞ്ഞിട്ടാണ് അവർ ബീച്ചിലോട്ട് ഇറങ്ങിയത് കേട്ടോ. ബീച്ചിൽ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരെയും വിളിച്ചു തുടങ്ങി. പിന്നെ എല്ലാവരെയും വിളിച്ച് എങ്ങനെയൊക്കെ എണ്ണിയിട്ടും കറക്റ്റ് 56 എത്തണില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും അവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ലാസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ലീഡറെ കാണാനില്ല. ലീഡർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആരോ അതിൽ പറയുന്നത് കേട്ടു, എൻ്റെ കൂടെ വന്ന് 55 പേരും കാണാനില്ല എന്ന് പറഞ്ഞ് ലീഡർ അവിടെ നിൽക്കേണ്ടെന്ന്. ലാസ്റ്റ് ലീഡറിന് വന്നു കേട്ടോ. കുറച്ച് പേര് നേരത്തെ വണ്ടിയിലും കയറി നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെ ബീച്ചിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവരുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി എന്നെ കൊണ്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല സ്നേഹമുള്ള കുട്ടികളായിരുന്നു, നല്ല അനുസരണയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോയപ്പോഴത്തേനും അവരൊക്കെ ആയിട്ടൊന്ന് വളരെ അറ്റാച്ച്മെൻറ്റ് ആയി. അതുകൊണ്ട് നമുക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ പെണ്ണുവീട്ടുകാരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം 7:40 കൂടി ഹെഡ് ഓഫീസിൽ തിരിച്ചെത്തി. നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി ആ സമയത്തേനും. ഇപ്പോൾ നമ്മൾ ഇനി തിരിച്ച് എനിക്ക് പറവൂർക്ക് പോകണം.